ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി അടാറ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയം കൊണ്ട് ഒരു 5 മിനിറ്റ് സമയം, ആ സമയം കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇനി ഉള്ളി വഴറ്റേണ്ട, മാവ് കുഴക്കേണ്ട, വളരെ പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു കിട്ടില്ലൻ കട്ട്ലറ്റ് നോമ്പ് തുറക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5 പല്ല് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മയനസാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന കട്ട്ലറ്റ് മയനസ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ ഞാനിവിടെ മയനസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ മയനസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസിയിലല്ല കേട്ടോ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ എന്താണെന്നുള്ളതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മയനസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനിവിടെ ചുമന്നുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല പൊടിയായി അരിഞ്ഞ് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ബൗൾ അതാണ് എടുത്തിരിക്കുന്നത് ഞാൻ. അതും കൂടെ നമുക്ക് മയനസിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും പൊടിയായി അരിഞ്ഞതാണ്, അതും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചിക്കനാണ് കേട്ടോ ഇത്. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് അത് ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് അതും കൂടെ ഒരു 1/2 ബൗൾ ക്യാരറ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മയനസുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ബ്രെഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ ബ്രെഡൊക്കെ ഞാൻ ഇതുപോലെ നന്നായി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനി നമുക്ക് മയനസിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മയനസുമായിട്ട് നന്നായിട്ട് നമ്മുടെ ബ്രെഡ് പൊടിച്ചത് മിക്സായി വരണം. ആ ഒരു രീതിക്ക് വേണം നമ്മൾ ബ്രെഡിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ കുറയാനും പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നന്നായിട്ട് കുഴച്ചിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രത്തോളം നമുക്ക് ബ്രെഡ് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ മയനസിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഞാനിതാ കറക്റ്റ് കൺസിസ്റ്റൻസിക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ചായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഉരുട്ടി ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇതുപോലെ ഈ ഒരു ഷേപ്പിലാക്കി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി എന്താ ചെയ്യേണ്ടതെന്നും കൂടെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കോൺഫ്ലവർ മാവ് ഇച്ചിരി വെള്ളത്തിൽ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്നാക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിക്സിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് പിന്നെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസൊക്കെ നമ്മുടെ സ്നാക്കിൽ ഒട്ടിപ്പിടിക്കത്തക്ക രീതിക്ക് വേണം നമ്മളത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ കോൺഫ്ലവർ വാട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് മുട്ട കൂടെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള നമ്മുടെ സ്നാക്കും കൂടെ ഇതുപോലെ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നോമ്പ് തുറക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി അടാറ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു പിസ്സയുടെ ഒക്കെ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ ഞാൻ എല്ലാ സ്നാക്കും ഇതുപോലെ കോൺഫ്ലവർ മാവിൽ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് ബ്രെഡ് ക്രംസൊക്കെ ആയിട്ട് കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒന്നൊന്നായിട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെക്കുക. അതുപോലെ തന്നെ ഓയിൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ, അല്ലെങ്കിൽ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. നല്ല എണ്ണ ചൂടായതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടാറ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റായിരുന്നു, ഒരു പിസ്സ ഫ്ലേവർ ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയം മതി നമുക്കിത്. നോമ്പ് തുറക്കുന്നതിൻ്റെ ഒക്കെ ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി ചൂടോടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഈവനിങ് സ്നാക്ക് കൂടിയാണ് കേട്ടോ. മക്കളൊക്കെ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമ്മുടെ മയോണൈസൊക്കെ ചേർത്തിട്ട് നല്ല പിസ്സ ടേസ്റ്റുള്ള നമ്മുടെ റെസിപ്പി, നല്ലൊരു ഈവനിങ് സ്നാക്ക്, നോമ്പ് തുറക്കൊക്കെ പറ്റിയ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിലാണ് സോഫ്റ്റ് ആയിട്ടും കഴിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ നോമ്പിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.